السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. ഏറ്റവും പ്രിയപ്പെട്ട നിങ്ങൾക്ക് എല്ലാവർക്കും തുല്യതുപോലെ ഞങ്ങളിൽ നിന്ന് കുറെ നാൾ മുന്നോളൂ ഇവിടെ പറഞ്ഞു സുഹൈല മാദിയെ കുറിച്ചിട്ടായിട്ട് ഇവിടെ നാളിൻ്റെ ചൊല്ലുണ്ട്. എന്തോ ഒരു ഭാഗ്യവന്തിയായ ഒരു പെണ്ണായിട്ട് ആ സുഹൈല മാദി അവളെ ആ ജീവിത അവള് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങില് മർക്കസ് ഷറിയത്ത് കോളേജിൽ ജോയിൻ ഷറിയത്ത് കോഴ്സ് പഠിക്കുവാനായിട്ട് ആണ് അവള് ഫസ്റ്റ് ജോയിൻ ആവുമ്പോൾ അഡ്മിഷൻ ആവുമ്പോൾ ನಾನು നല്ല ഒരു മാദിയ ನಂಡ കൊണ്ട് ചൊമ്മ അലുമാറ് ഇദായത്തുക്ക് പറഞ്ഞു ചൊന്നിട്ട് ഫസ്റ്റ് അഡ്മിഷൻ ആവുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ അൽഹംദുലില്ലാഹ് നല്ല ഒരു മാദിയ ആയാൽ അവള് ചൊന്നതുപോലെ ആക്കിയാൽ അവളെ കൊണ്ട് ചൊമ്മ അലുമാറ് ഇദായത്തുക്ക് വന്നു. അങ്ങനെ ആ മർക്കസിൽ ഷറിയത്ത് കോളേജിൽ ക്യാമ്പസിൽ ഓളെ നേതൃത്വത്തിൽ വാർത്തകൾ ജണ്ട് പക്ക ബുർദ നടപ്പാട്ടി ഉണ്ടായി. ಅದಕ್ಕೆ ದುಆ നേതൃത്വം സുഹൈല ചൊല്ലി മാദിയ പന്നായിട്ട് ഓല നേതൃത്വത്തിൽ ബുർദ നടന്നുകൊണ്ടിട്ട് വാർത്തക്ക് ജണ്ട് പക്ക ആ ബുർദ ಎಲ್ಲ ಫುಲ್ നേതൃത്വ ഇൻചാർജ് ಎಲ್ಲ സുഹൈല മാദിയ അക്കുബാട്ടി ഉണ്ടായി. ഫുള്ള് നേതൃത്വ ഓലെ അങ്ങനെ ആ ബുർദ ഇങ്ങനെ ഫംഗ്ഷൻ എല്ലാം ആയോണ്ടിരിക്കുമ്പോൾ ആ ബുർദ നബി തങ്ങൾ അത് കേട്ടോണ്ടിരിക്കുമ്പോൾ സുഹൈല മാദിയ ചൊല്ല ഒരു പെണ്ണ് അവളെ ആ കണ്ണിൽ നിന്ന് കുറെ തണ്ണി വന്നുകൊണ്ടിട്ട് ആ മധുഹെല്ലാം കേൾക്കും. അങ്ങനെ ഉസ്താദിട്ട അവളിങ്ങനെ ചൊല്ലാലോ നക്ക് ನಾನು മദീനത്തേക്ക് പോണ്ടേ ನಾನು എങ്ങനെ ആ മദീനത്തേക്ക് പോയെങ്കിൽ നന്റെ ഹൃദയ നന്റെ മനസ്സ് പൊട്ടിപ്പോവല്ലേ ചൊന്നിട്ടു ഇങ്ങനെ ധാരാളമായിട്ട് ആ നബി തങ്ങളെ ചുമന്ന് പ്രസവിച്ച ഒരു പെണ്ണായിട്ട് സുഹൈല മാദിയ അല്ലാഹുവിന്റെ അപാര അനുഗ്രഹത്തിൽ നിന്ന് അവള് ഉംറത്തുക്ക് പോകും. ಅದಕ್ಕೆ മുന്നേ നടന്ന സ്റ്റോറി ആയിട്ട് അവള് ഒരു നാൾ ഉസ്താദിட்ட വന്നിട്ട് ബുൾപുട്ടല്ല എന്ത് ബുൾപ്പ് ചുമ പക്ക പറയോ ആയോണ്ടില്ല ഇത്രയും ബുൾപുട്ടോ ആണ് ഉസ്താദ് കേടത്തു എന്താ മോലെ അപ്പൊ ഈ പെണ്ണ് ഇനിയും ജാസ്തി ബുൾപുട്ടുകൊണ്ടുള്ള സുഹൈല ചൊല്ലിയ മാദിയ ആന ലാസ്റ്റ് കണ്ണട തണ്ണിയെല്ലാം വരച്ചിട്ട് ഉസ്താദ് ചൊല്ലല്ല ഉസ്താദി ನಾನು ഇന്നലെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കിനാവു കണ്ടേ. അപ്പൊ ആ ഉസ്താദ് ചൊല്ലല്ല എന്തോ ഒരു ഭാഗ്യവന്തിയായ ഒരു പെണ്ണായിട്ട് കിടന്നിട്ടുണ്ട്. മാത്രമല്ല ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജീവിതത്തിൽ രണ്ട് പക്ക കണ്ട് ನಾನು നബി തങ്ങളെ രണ്ട് പക്ക നോക്കി രണ്ട് കിനാവുല് മനാമിനും ആ ഉസ്താദിട്ട് ചൊല്ലാറ്. അങ്ങനെ ആ ഉസ്താദ് ചൊല്ലി എന്തോ ഒരു ഭാഗ്യവന്തിയായ ഒരു പെണ്ണായിട്ട് കിടന്നീന് നബി തങ്ങളെ രണ്ട് പക്ക കണ്ട ഒരു പെണ്ണായിട്ട് കിട സുഹൈല മാദിയ. ഞങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ എന്തോ ഞങ്ങളെ ഈ മനസ്സിൽ യാ അല്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രസവിച്ച് ആ മഹബ്ബത്ത് വെച്ച കാരണം കൊണ്ട് ആ സുഹൈല മാദിയ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ട് പക്ക കിനാവുൽ നോക്കിയല്ല. സുബ്ഹാനല്ലാഹ്, അല്ലാഹു നമുക്ക് എല്ലാവർക്കും നബി തങ്ങൾ കിനാവ് കാണാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഓലെ ഈ ജീവിത ഓലെ ഒരു സ്റ്റോറി കേട്ടാൽ പിന്നെ ഭയങ്കര ഒരു മനസ്സ് ഒരു ഫീലിംഗ്. കാരണം ഈ കാലഘട്ടത്തിലും ഇങ്ങനത്തെ നബി തങ്ങളെ പണ്ട് മഹാന്മാരല്ല നബി തങ്ങളെ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ ഈ കാലഘട്ടത്തിലും ഇങ്ങനത്തെ ഒരു സ്വാലിഹത്തായ സുഹൈല മാദിയ ചൊല്ല ഒരു പെണ്ണ് നബി തങ്ങളെ രണ്ട് പക്ക കിനാവിൽ കണ്ടേണ്ടായെങ്കിൽ യാ അല്ലാഹ് ഒരു സ്വഹാബി ചൊല്ലി ನಾನು നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലത് കേട്ടത് നബി തങ്ങൾ ചൊല്ലു നന്റെ ആരെങ്കിലും കിനാവ് കണ്ടിട്ടാണെങ്കിൽ അത് നന്റെ നോക്കിയ പോലെയാണ്. കാരണം ശൈത്താനിക്ക് നന്റെ ರೂಪ ഇടുകയാവുള്ളൂ, ബാക്കി ഇന്നങ്ങനെ എല്ലാ ರೂಪ ഇടുകയാവുള്ളൂ. പക്ഷേ ശൈത്താനിക്ക് നന്റെ ರೂಪ ഇടുകയാവില്ല. അതുകൊണ്ട് നന്റെ കിനാവ് ആരല്ല കണ്ടാറ അങ്ങ നന്റെ നോക്കിയ പോലെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലു. നോക്കൂ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സുഹൈല മാദിയ ഒരു പെണ്ണ് നല്ല ഒരു എല്ലാവരും ഉസ്താദുമാർക്കും അതുപോലെ ടീച്ചേഴ്സ്മാർക്കും അവളൊട്ടിയെ പഠിക്കട്ടെ
അവളെ ചെങ്ങായിമാരെ എല്ലാവരോടും നല്ല നിലക്ക് പെരുമാറിയിട്ട് നബി തങ്ങളെ വെച്ചിട്ട് അവസാനം രണ്ട് പക്ക ഈ ജീവിതത്തിൽ കുറേ ടൈം മാത്രം ചെറിയൊരു പൈസ എടുക്കുന്നത് സ്വൈലമാതിയ ചൊല്ലൊരു പെണ്ണെടുക്കും. ഈ ജീവിതത്തിൽ കുറച്ച ടൈമോടെ ഈ ജീവിതത്തിൽ നബി തങ്ങൾ രണ്ട് പക്ക കിണവ് കണ്ട ചൊന്നുണ്ടായെങ്കിൽ എന്തോ ഒരു ഭാഗ്യവന്തിയായ ഒരു പെണ്ണല്ലേ സ്വൈലമാതിയ. അങ്ങനെ അള്ളാഹുടെ അപാര അനുഗ്രഹത്തിൽ അവളും അവളുടെ ഹസ്ബൻഡ് സർഫുദ്ദീൻ സക്കാഫി ഉസ്താദും അതുപോലെ ജണ്ട് മക്ക ഉംറത്തുക്ക് പോണ്ട. അങ്ങനെ ജണ്ട് പക്ക ഉംറ ആക്കിട മൂന്നാമത്തെ ഉംറ ഹാക്കുക വേണമായിട്ട് അങ്ങനെ റെഡി അവിടെ. അങ്ങനെ കുളിച്ചിട്ടെല്ലാം ഫ്രഷായിട്ടാണല്ല ആകുമ്പോൾ ഒരു 6 വർഷത്തെ പെണ്ണിക്കിടാവും, അതുപോലെ 4 വർഷത്തെ ശരീരക്കിടാവും. അങ്ങനെ ഈ പെണ്ണിക്കിടാവുണ്ട് സുഹീലമാദിയ ചൊല്ല് പെണ്ണ് ചൊല്ലാളുള്ള ഇനി നീനേ കുളിക്കുന്നു, നിന്റെ കാര്യമല്ല നീനേ ആക്കുന്നു, മാത്രമല്ല നിന്റെ ഇളവുണ്ട് നീനെ കുളിപ്പാട്ടൊന്ന് ചൊല്ലിട്ടു. ആ ജണ്ട് മക്കളെ അരക്കി പിടിച്ചിട്ട് ഒരു മുത്ത് കൊടുത്തിട്ടു. അങ്ങനെ ഭയങ്കര ഉൾപ്പുണ്ടല്ല സുഹൈലമാദി. അവസാനമായിട്ട് മക്കത്തേക്ക് പോകുമ്പോൾ കഹബത്തേക്ക് പോകുമ്പോൾ സ്വന്തം മാപ്പിളിട്ട് ചൊല്ലാలి, ഇനി ഞങ്ങൾ ഈ പ്ലേസിക്ക് ബണ്ട് എപ്പം അപ്പ സർഫുദ്ദീൻ സക്കാഫി ഉസ്താദ് എന്തോ ഒരു സംശയം എന്തേ പോലെ ഇങ്ങനെ ചൊന്നിട്ടു. അങ്ങനെ ആ ഗ്രൂപ്പിൽ നിന്ന് ആരെല്ലാം വന്നിട്ട് പെണ്ണുങ്ങളുടെ എല്ലാവരും നല്ലതായിട്ട് എന്തെങ്കിലും ബേജാറായിട്ട് മാപ്പാക്കോ അതുപോലെ നിങ്ങൾക്ക് മീനായിട്ട് ആർക്കോ ചൊന്നിട്ട് എല്ലാവരുടെ വസിയത്ത് ചെയ്തതാണ്. അങ്ങനെ അവസാനമായിട്ട് കഹബത്തെ മുട്ട ദുഹാർന്നുകൊണ്ടിരിക്കുമ്പോൾ ആ സുഹൈലമാദിയ ചൊല്ലിയ ഒരു പെണ്ണ് ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞിട്ടുണ്ടാകും. എന്തോ ഒരു ഭാഗ്യവന്തിയല്ലേ ആ പെണ്ണ്. മദീനത്തേക്ക് പോവാണ്ട് ആവുല ആ പെണ്ണ് ചൊന്നു ഇന്നല്ല ഞാൻ എങ്ങനെ മദീനത്തേക്ക് പോകണ്ടേ. ആ മദീനത്തേക്ക് പോയി എൻ്റെ കല്ലും എൻ്റെ മനസ്സ് പടപട ആവുണ്ട് ചൊന്നിട്ടു. ആ പെണ്ണ് ചൊന്നു എന്നാൽ അള്ളാഹു ആ പെണ്ണ് ആ കഹബത്തിൽ നിന്ന് അള്ളാഹു തആല വിളിച്ച ഈ ലോകത്തിൽ നിന്ന് ഇവിടെ പറഞ്ഞു പോയ ഒരു പെണ്ണ് എന്തോ ഒരു ഭാഗ്യ അല്ലെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒന്നാമത്തേത് മക്കത്ത് പോയിട്ട് അവൾ വഫാത്തായ. അതുപോലെ നബി തങ്ങൾ രണ്ട് പക്ക കിനാവ് കണ്ടു ചൊല്ലുമ്പോൾ സുബ്ഹാനല്ലാഹ് എന്തോ ഒരു ഭാഗ്യവതിയായ ഒരു പെണ്ണല്ലേ. അള്ളാഹു അവൻ്റെ ഖബർ ജീവിതം അള്ളാഹു സന്തോഷമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ വയസ്സ് കേട്ടുകൊണ്ട് ശരീഅത്ത് പഠിച്ചു പെണ്ണുമക്കളെ ഞങ്ങൾ സുഹൈലമാദിയുടെ പോലെ ആവണം. അള്ളാഹു അതൊക്കെ തൗഫീക്ക് നൽകുമാറാകട്ടെ. വെറുതെ ആ കോഴ്സ് ആക്കിയത് എനിക്ക് ഇത്ര ബിരുദ കിട്ടിയത് 4-5 ബിരുദ കിട്ടിയത് ഞാനൊന്നും മോശമില്ല. ഞാൻ ആ ക്യാമ്പസിൽ പഠിച്ചത് ഈ ക്യാമ്പസിൽ ഞാൻ ഫസ്റ്റ് റാങ്ക് എടുത്ത് ചൊന്നിട്ട് വെറുതെ ഇങ്ങനെ ആൾമാരുടെ ഇടയിൽ കിബറ് കാറ്റുണ്ട്. അങ്ങനെ ആവുക ഞങ്ങളുടെ ജീവിത സുഹൈലമാദിയുടെ പോലെ ആവണം. ആ ജീവിതം ലൈഫ് എന്തോ ഒരു ചന്ത അല്ലേ, എന്തോ ഒരു ലൈഫല്ല ഞങ്ങൾക്കും അങ്ങനത്തെ ഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും തരുമാറാകട്ടെ. പിന്നെ ഈ റിപ്പീറ്റ് ആക്കിക്കൊണ്ടില്ല ഓ ശരീഅത്ത് പഠിച്ച പെൺമക്കളെ, നിങ്ങൾ ദാരി തപ്പിട്ട് പോകത്തില്ല. ശരീഅത്ത് എന്തൊരു ചൊല്ല അതേ അനുസരിച്ചിട്ടായിട്ട് നിങ്ങൾ നിൽക്കണായത് അള്ളാഹു അതൊക്കെ തൗഫീക്ക് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.